എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിന്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇല്ലേ? അതായത് വലത് കൈ പെരുവിരൽ നിയമം നമ്മൾ പഠിച്ചായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം ആ നിയമം ഒന്നുകൂടി ഒന്ന് പറയാം. എന്താണ്? ഇമാജിൻ ഹോൾഡിംഗ് എ കണ്ടക്ടർ വിത്ത് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് the thumb points in the direction of the electric current. The fingers curled around the conductor will indicate the direction of the magnetic field. അതായത് നമ്മളൊരു കണ്ടക്ടർ എടുത്തത് വലത് കൈയിലാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, വലത് കൈയിലാണ് നമ്മൾ പിടിക്കേണ്ടത് കേട്ടോ. വലത് കൈയിൽ ആ കണ്ടക്ടറിനെ ചുരുട്ടി പിടിക്കുക. നമ്മുടെ തമ്പ്, അതായത് പെരുവിരലുണ്ടല്ലോ, പെരുവിരൽ എങ്ങനെയാണ്? പെരുവിരൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കറണ്ടിനെയാണ്. ബാക്കി ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റു വിരലുകളുണ്ടല്ലോ, അത് ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്, അതായത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് വലത് കൈ പെരുവിരൽ നിയമം. വലത് കൈയിലാണ് പിടിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇനി ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു എക്സ്പെരിമെന്റ് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ്? ഒരു കാർഡ്ബോർഡ് ആണല്ലോ. ഒരു കാർഡ്ബോർഡിലേക്ക് 2 ഹോൾ ഇട്ടിട്ട് ഒരു വലയം, ഒരു റിങ് പോലെയുള്ള ഒരു കണ്ടക്ടർ വെച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ദെൻ അതിലേക്ക് കറണ്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ കറണ്ട് എങ്ങനെയാണ്? ഈ ഒരു രീതിയിൽ അല്ലെ, കറണ്ട് ഈ ഒരു രീതിയിൽ അവിടെ ഫ്ലോ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇവിടെ എങ്ങനെയാണ്? ഇങ്ങനെ അല്ലെ, ഈ ഒരു രീതിയിലാണ് കറണ്ട് പോകുന്നത്. അതായത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, നമുക്കറിയാം അതിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? നമ്മളൊരു ഇത് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ മേളിൽ നമ്മുടെ കോമ്പസ് ഉണ്ടല്ലോ, മാഗ്നറ്റിക് കോമ്പസ്, അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുവാണ് ചെയ്യുന്നത്. ഓരോ ഭാഗത്തും മാഗ്നറ്റിക് കോമ്പസുകൾ നിരത്തി വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അതെങ്ങോട്ടാണ് അതിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ലൈൻസ് ഇവിടെ വരയ്ക്കുന്നത് കേട്ടോ. ആ ഒരു രീതിയിലാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആരാ മാർക്കിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമുക്ക് കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെ. കറണ്ട് പോകുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഉള്ളിലേക്കാണ്. ഈ ഒരു എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ കണ്ടോ, അവിടെ എങ്ങനെയാണ്? ഉള്ളിലേക്കല്ലേ പോയിരിക്കുന്നത്? ബി കേട്ടോ. ബിയിലേക്ക് വന്നിരുമ്പോ എങ്ങനെയാണ്? ഉള്ളിലേക്കാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് ഫ്ലക്സ് രേഖകൾ അല്ലെ, അല്ലെങ്കിൽ എന്താണ്, കാന്തിക രേഖകളുടെ ദിശ എങ്ങനെയാണ്? ഉള്ളിലേക്കാണ്. ഇതും നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ്. നിങ്ങൾ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ മനസ്സിലാവാൻ സാധിക്കും. ഇപ്പൊ ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾ നോക്കി വെച്ച് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്പ് എങ്ങനെയാണ് കറണ്ട് ഡയറക്ഷനെ കാണിക്കുന്നത്. അപ്പൊ മറ്റു വിരലുകൾ എങ്ങനെയാണ്? ഉള്ളിലേക്കായിരിക്കും പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് കൈ ഒന്ന് പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഈ ഒരു ചിത്രത്തിൽ നോക്കിയേ, കണ്ടില്ലേ? നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉണ്ടല്ലോ. അപ്പൊ ഇതേ ഇത് തന്നെയാണ്. നോക്കുക, കറണ്ട് ഇങ്ങോട്ടാണ് പോകുന്നത്. കറണ്ടിന്റെ ഉണ്ടേ നമ്മൾ ഇതിലെ പിടിച്ചു നോക്കുമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ റൗണ്ടിൽ ഇരിക്കുക, അത് ഈ ഒരു സാധനം ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അതിനെ പിടിക്കുകയാണ്. റൗണ്ടിൽ ഇരിക്കുന്ന ഒരു റിംഗ് ആണെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അതിനെ പിടിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ്? കറണ്ട് ഈ രീതിയിൽ പോകുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതായത് ഇങ്ങനെയാണ്, ഉള്ളിലേക്കാന്ന് പറയാം. ഇവിടെ കണ്ട ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാകാൻ സാധിക്കും, ഉള്ളിലേക്കാണ്. ഇത് വരച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് ഡയറക്ഷൻ നോട്ട് ചെയ്യുക, എന്നിട്ട് അതെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ രൂപത്തിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കുക, ഇതും എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനെ വിശദീകരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിയേ, ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ കറന്റ് ഫ്ലോ ഇൻ ദ പാർട്ട് ഓഫ് ദി കോയിൽ ദാറ്റ് ഫേസസ് യു? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വശത്ത് കോയിലിൽ വൈദ്യുതി പ്രവഹിക്കുന്നത് ഏത് ദിശയിലാണ്? നമ്മളിങ്ങനെ നോക്കുക. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്? എങ്ങനെയാണ്? ഈ ഒരു ദിശയിൽ. അതായത് ഏത് ദിശയാണ്? ക്ലോക്ക് വൈസ് ഇല്ലേ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അവിടെ കറന്റ് പോകുന്നത്. ഇനി ഇൻ ദിസ് കേസ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫ്ലക്സ് ലൈൻസ്? ഈ അവസരത്തിൽ ഫ്ലക്സ് രേഖകളുടെ ദിശ എങ്ങോട്ടാണ്? ഫ്ലക്സ് രേഖകൾ എങ്ങോട്ടാണ്? നോക്കിയതുണ്ട്, ഇതല്ലേ ഫ്ലക്സ് രേഖകൾ. ഫ്ലക്സ് രേഖകളുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഉള്ളിലേക്കല്ലേ പോകുന്നേ? കണ്ടോ, ഉള്ളിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ വന്നിട്ട് ഉള്ളിലേക്കാണല്ലോ പോകുന്നത്. ഇൻടു ദ കോയിൽ, ഔട്ട് ഓഫ് ദ കോയിൽ. ആ കോയിലിന്റെ ഉള്ളിലേക്കാണോ അല്ലെങ്കിൽ കോയിലിന്റെ പുറത്തോട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? കോയിലിന്റെ ഉള്ളിലേക്കാണ് അല്ലേ? ഇൻടു ദ കോയിൽ, കോയിലിന്റെ ഉള്ളിലേക്കാണ്. Then what happens to the magnetic field if the bell switch is turned off?
ബെൽ സ്വിച്ച് ഓഫ് ആക്കിയാൽ കാന്തിക മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും? സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്താൽ കാന്തിക മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും? ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, നോ ഡിഫ്ലക്ഷൻ എന്ന് പറയില്ല. അതായത് അവിടുത്തെ എന്താണ്, അവിടെ നമ്മൾ കോമ്പസ് വെച്ചിട്ടുണ്ടല്ലോ, ആ കോമ്പസ് ഇങ്ങനെ ഡിഫ്ലക്ഷൻ വല്ലതും ഉണ്ടാവുമോ? ഇല്ല. മനസ്സിലാവുന്നുള്ളൂ. അതായത് നോ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ കാന്തിക മണ്ഡലം ഉണ്ടാവുന്നില്ല എന്ന് പറയാം അല്ലേ? നോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം അല്ലേ? നോ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്താണ്? ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ദ എഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയാം ഇല്ലേ? അതായത് കറണ്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇല്ലേ, കറണ്ട് അല്ലെങ്കിൽ ബെൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കറണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, കറണ്ട് മാറ്റിക്കഴിഞ്ഞാൽ സർക്യൂട്ടിൽ എങ്ങനെയാണ്? കറണ്ട് ഇല്ലാത്തപ്പോൾ അവിടെ കാന്തശക്തി ഉണ്ടോ? മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം അല്ലെ, കാന്തിക മണ്ഡലം അവിടെ ഉണ്ടാകത്തുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ എന്താണ്, കാന്തിക ശക്തി അവിടെ ഉണ്ടാകത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാന്തിക ശക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? കറണ്ട് ഉണ്ടായിരിക്കണം ഇല്ലേ? കറണ്ട് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അവിടെ എന്താണ്, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് അവിടെ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം കറണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടായി, അതൊരു മാഗ്നറ്റിക് സ്ട്രെങ്ത് അവിടെ ഉണ്ടായി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കുക, ഇഫ് ദ കറന്റ് ഇൻ ദ കോയിൽ ഈസ് ക്ലോക്ക് വൈസ്, ഡയറക്ഷൻ ഓഫ് ദ ഫ്ലക്സ് ലൈൻസ് വിൽ ബി ഇൻവോൾവ് ഇൻ ടു ദ കോയിൽ അല്ലേ? ചാലക വലയത്തിലെ കറന്റ് ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ ഫ്ലക്സ് രേഖകളുടെ ദിശ എങ്ങനെയായിരിക്കും? പുറത്തു നിന്നും ചുറ്റിനുള്ളിലേക്കായിരിക്കും. ഓർത്തോണം കേട്ടോ, ഇൻവേർട്ട് ടു ദ കോയിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. പ്രത്യേകം ഓർത്തോണം കേട്ടോ, കറന്റ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ചാലകരേഖകൾ അല്ലെങ്കിൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഉണ്ടല്ലോ, ഫ്ലക്സ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഇൻവേർഡ് ഇൻ ടു ദ കോയിൽ ആയിരിക്കും. ഇനി ഇത് കറന്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്, ഡയറക്ഷൻ ഓഫ് ദി ഫ്ലക്സ് ലൈൻസ് വിൽ ബി ഔട്ട്വേർഡ്. കറന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് വിചാരിച്ചു, അതായത് കറന്റ് തിരിച്ചാ പോകുന്നെന്ന് വിചാരിച്ചു, കറന്റ് ഇതാ ഇങ്ങോട്ടാ ഇങ്ങനെയാ പോകുന്നു വിചാരിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയായിരിക്കും? പുറത്തോട്ടായിരിക്കും. ചുറ്റിനുള്ളിൽ നിന്നും ഇതിപ്പോ തിരിഞ്ഞു വരും, ചുറ്റിനുള്ളിൽ നിന്നും പുറത്തേക്കായിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ? അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ പ്രത്യേകം ഓർത്തോണം, കറന്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ ഇൻവേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ ടു ദ കോയിൽ ഇല്ലേ? ഇൻവേർഡ് ഇൻ ടു ദ കോയിൽ എന്ന് പറയാം. ഇൻവേർഡ് ഇൻ ടു ദ കോയിൽ അല്ലെങ്കിൽ ഇൻ ടു ദ കോയിലിന്റെ ഉള്ളിലേക്ക് കറന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. മനസ്സിലാകുന്നില്ല? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുമ്പോൾ എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും. പ്രത്യേകം ഓർത്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഒരു സർക്കുലർ കോയിൽ കണ്ടു. അപ്പൊ സർക്കുലർ കോയിലേക്ക് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അതിന് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ടായെന്ന് കണ്ടു. ഇനി ഈസ് ദർ എനി വേ ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് അസോസിയേറ്റഡ് വിത്ത് ദ കോയിൽ ഓഫ് എയർ? അപ്പം ഇതിന്റെ സ്ട്രെങ്ത് നമുക്ക് ഉണ്ടായെന്ന് മനസ്സിലായി. ആ സ്ട്രെങ്ത് കൂട്ടാൻ, ആ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ നമുക്ക് ഏതൊക്കെ മാർഗം ഉപയോഗിക്കാന്നാണ് നമുക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് മാർഗത്തിലൂടെ നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം അതിനുവേണ്ടി ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാ നോക്കിയേ, എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് നീഡിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? മാഗ്നറ്റിക് നീഡിലുണ്ട്, ഒരു സർക്കുലർ കോയിലും ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ നോക്കിയേ, കോയിലിലേക്ക് എന്താണ് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ തന്നെ മാഗ്നറ്റിക് നീഡിലും വെച്ചിരിക്കുകയാണ് ഇല്ലേ? നമ്മൾ ബെൽ സ്വിച്ച് ഓൺ ചെയ്തു ഇല്ലേ? ബെല്ല് സ്വിച്ച് ഓൺ ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് ഇതാ ഇങ്ങനെ അല്ലേ? കറണ്ട് ഈ രീതിയിൽ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലേ? അപ്പൊ എന്തായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഈ നീഡിലിന് എന്ത് സംഭവിക്കും? നീഡിൽ അവിടെ ഡിഫ്ലക്ട് ചെയ്യും ഇല്ലേ? നീഡിലിന് അവിടെ എന്താണ്? ഡിഫ്ലക്ട് ചെയ്യും, ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവും ഇല്ല? നമുക്ക് അവിടെ ഡിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഇതിപ്പോ ഒരു സർക്കുലർ കോയിലേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ചുറ്റുകളുടെ എണ്ണം അങ്ങ് കൂട്ടുക. കണ്ടില്ലേ? ഒരുപാട് നീളമുള്ള, ഇച്ചിരി നീളമുള്ള, ഇത് സപ്പോസ് ഒരു മീറ്റർ ആണെന്ന് ചോദിച്ചു, ഇതെന്താണ് ഒരു 5 മീറ്റർ നീളമാണെന്ന് ചോദിച്ചു. അപ്പം എണ്ണം കൂടി, അപ്പൊ അതനുസരിച്ച് ചുറ്റലുകൾ വന്നു ഇല്ലേ? കുറെ ചുറ്റലുകൾ വന്നു. അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക നമുക്ക് പറയാം. അതല്ലെങ്കിൽ എന്താണ് അവിടെ എന്താണ്? ചുറ്റുകൾ, അതിന്റെ ഒരു ചുറ്റുകളുടെ എണ്ണം കൂട്ടി, എന്നിട്ട് ഇതേ എക്സ്പെരിമെന്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ കറണ്ട് പാസ് ചെയ്തു. അപ്പൊ ഇതിലും വഴി ഓരോ ചുറ്റിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ എന്നിട്ട് നമ്മൾ ഈ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ നീഡിലിന്റെ ഡിഫ്ലക്ഷൻ ശ്രദ്ധിച്ചാൽ ഡിഫ്ലക്ട് ചെയ്യും, പക്ഷെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? കൂടുതലായിട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും. അതായത് ഇവിടെ ഒരു ചെറിയൊരു രീതിയിലെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ ഇവിടെ മോർ ഡിഫ്ലക്ഷൻ എന്ന് പറയാം. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ
ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ എന്നാണ് ചോദിക്കുന്നത്. മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നമുക്ക് എന്താണ് മാറ്റം കാണാൻ സാധിക്കുന്നത്? മോർ ഡിഫ്ലക്ഷൻ എന്ന് പറയാം അല്ലെ, കൂടുതലായിട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. കൂടുതലായിട്ട്, മറ്റേ ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ആയിരിക്കും കാണുന്നത്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയപ്പോൾ, ചുറ്റുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ എന്താണ് അവിടെ കൂടുതലായിട്ടും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ക്ലിയർ ആയല്ലോ? വാട്ട് ചേഞ്ചസ് ആർ ഒക്കേർഡ് ഇൻ ദ മാഗ്നറ്റിക് സ്ട്രെങ്ത്. അപ്പൊ മാഗ്നറ്റിക് സ്ട്രെങ്തിന് എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കാം കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ കാരണം? ഇവിടുത്തെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടി ഇല്ല, ഇവിടുത്തെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇല്ല, കാന്തിക ശക്തി, മാഗ്നറ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താണ്, കാന്തിക ശക്തി അവിടെ കൂടി. അതുകൊണ്ടല്ലേ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ കാരണം. മനസ്സിലായല്ലോ? അപ്പൊ കാന്തിക ശക്തിക്ക് എന്ത് മാറ്റം ഉണ്ടായി? കാന്തിക ശക്തി അവിടെ കൂടി എന്ന് പറയാം ഇല്ലേ, ഇൻക്രീസസ് ഇല്ലേ. കാന്തിക ശക്തിക്ക് എന്ത് മാറ്റം ഉണ്ടായി? കാന്തിക ശക്തി അവിടെ കൂടി എന്ന് നമുക്ക് പറയാം ഇല്ല. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടായത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി, അതായത് ചാലകമാണല്ലോ, അതിന്റെ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയപ്പോ എന്ത് സംഭവിച്ചു? കാന്തിക മണ്ഡലത്തിന്റെ സ്ട്രെങ്ത് അവിടെ കൂടി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയെ അല്ലെങ്കിൽ ആ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം നമുക്ക് എന്ത് പറയാം? ഈ ചുറ്റുകളുടെ എണ്ണമാണെന്ന് പറയാം അല്ലെ. നമ്പർ ഓഫ് ടേൺസ് കൂടിയപ്പോ, ചുറ്റുകളുടെ എണ്ണം കൂടിയപ്പോ, മനസ്സിലാവുന്നുണ്ടാ പറഞ്ഞേ? ചുറ്റുകളുടെ എണ്ണം കൂടിയപ്പോ എന്താണ് അവിടെ സംഭവിച്ചത്? കാന്തിക ശക്തി അവിടെ കൂടി. ക്ലിയർ ആയല്ലോ? അപ്പം അങ്ങനെയാവുകയാണെങ്കിൽ കാന്തിക മണ്ഡലം ഇല്ലേ, കാന്തിക ശക്തി കൂടുകയെന്ന് വെച്ചാൽ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടി. അപ്പം കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയാം. ഒന്ന് നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണവും കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടി. ഓക്കെ ആയല്ലോ? പിന്നെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, സെയിം. ഇപ്പൊ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി, ഇവിടെ കൊടുത്തിരുന്ന കറണ്ട് 1.5 ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് സംഭവിച്ചത്? ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഇവിടെ എങ്ങനെയാണ്? കുറച്ച് ഡിഫ്ലക്ഷൻ, ചെറിയ രീതിയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഇവിടെ എങ്ങനെയാണ്? കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടായി. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ 1.5 രണ്ട് സ്ഥലത്തും 1.5 നമ്മൾ മാറ്റി വെച്ച് അവിടെ ഒരു 3 വോൾട്ട് കൊടുത്തു. ഒരു 1.5 അല്ലെങ്കിൽ ഇത് മാറ്റി വെച്ച് നമ്മളൊരു 3 വോൾട്ടിന്റെ ബാറ്ററി അവിടെ കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? 3 വോൾട്ടിന്റെ ബാറ്ററി കൊടുത്തപ്പോൾ ഇതുപോലെ തന്നെ എന്താണ്, അവിടെ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ അവിടെ കൂടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമേ 1.5 അല്ലേ കൊടുത്തേ, 1.5 കൊടുത്തപ്പോൾ ചെറിയ ഡിഫ്ലക്ഷൻ കാണിച്ചു. ഇനി അവിടെ മാറ്റി നമ്മൾ 3 വോൾട്ട് വെച്ചു. അപ്പൊ എന്താണ് ഇച്ചൂടെ കൂടുതൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി അല്ലെ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടി. അതുപോലെ തന്നെ 1.5 വരെ 3 വോൾട്ട് വെച്ചു. അപ്പോഴും നമുക്ക് എന്താണ് അവിടുത്തെ ഡിഫ്ലക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻ നോക്കിയേ. ദെൻ റീപ്ലേസ് ദ 1.5 വോൾട്ട് സെൽ വിത്ത് എ 3 വോൾട്ട് ബാറ്ററി ആൻഡ് പാസ് ദ കറന്റ്. നൗ ഹാസ് എ ഡിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ഇപ്പോൾ കാന്തശക്തിയുടെ വിഭ്രംശം എങ്ങനെയായിരിക്കാം? കൂടുവാണ് ചെയ്തത് അല്ലേ. എങ്ങനെയാണ് അതിന്റെ ഡിഫ്ലക്ഷൻ? എങ്ങനെയാണ്? കൂടുവാണ് ചെയ്തത്, ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം ഇല്ലേ, ഇൻക്രീസ്ഡ് എന്ന് പറയാം ഇല്ലേ, ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ സെയിം കറണ്ട് വെച്ചു, സെയിം കറണ്ട് ഒരു സിംഗിൾ കോയിൽ വെച്ചു. സിംഗിൾ കോയിൽ വെച്ച് നമുക്ക് ഒരു ഡിഫ്ലക്ഷൻ കണ്ടു. ഇനി എന്താണ്? നമ്പർ ഓഫ് കോയിൽസ് ഇല്ലേ, നമ്പർ ഓഫ് കോയിൽസ് വെച്ചു. അപ്പോഴും എന്താണ് ഡിഫ്ലക്ഷൻ അവിടെ കൂടി. അതായത് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇല്ലേ, മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? കൂടിയതായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളൊരു 1.5 വെച്ചു. ഇവിടെ നമ്മൾ 1.5 ആണ് വെച്ച്. ഇനി എത്രയാണ് വെച്ച്? 3 വോൾട്ട് വെച്ചു. ഇവിടെ നമ്മൾ 3 വോൾട്ട് വെച്ചു. അപ്പൊ ഈ രണ്ട് കേസിലും എന്ത് സംഭവിച്ചു? അവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എങ്ങനെയാണ്? കൂടുവാണ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പൊ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടാന്ന് പറയുമ്പോൾ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടി അല്ലേ. അപ്പൊ ഈ കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് നമുക്ക് പറയാം. ഒന്ന് കറന്റ് കൂട്ടിയപ്പോ ഇല്ലേ, കറന്റ് കൂട്ടിയപ്പോൾ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? കറന്റ് കൂട്ടിയപ്പോഴും എന്ത് സംഭവിച്ചു? അവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ എങ്ങനെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇല്ലേ, നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയാം. അതായത് ചുറ്റുകളുടെ എണ്ണം ഇല്ലേ, ചുറ്റുകളുടെ എണ്ണം കൂട്ടിയപ്പോഴും എന്ത് സംഭവിച്ചു? മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടി. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്ത് പറയാം? ഒരു മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? കറന്റും നമ്പർ ഓഫ് ടേൺസും ആണ്. ഓക്കെ ആയോ? കറന്റും നമ്പർ ഓഫ് ടേൺസും ആണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കറന്റ് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുവാണെന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അവിടെ കൂടുന്നുണ്ട്.
ക്ലിയർ ആയല്ലോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കണ്ടോ, നമ്മൾ ഇതേ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. കണ്ടക്ടറിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുന്നു പറഞ്ഞു. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സും അവിടെ കൂടുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ഇല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് അതും അവിടെ കൂടുന്നുണ്ട്. പക്ഷെ എന്താണ്, ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ടേൺ ഓഫ് ദ കണ്ടക്ടർ ഡിഡ് നോട്ട് ഇൻക്രീസ്. അത് ഓർത്താണ് കേട്ടോ. ഒരു ചാലക വലയം സൃഷ്ടിക്കുന്ന ഫ്ലക്സ്, ഒരു ചാലക വലയം ഉണ്ടല്ലോ, ഒരെണ്ണം സൃഷ്ടിക്കുന്ന ഫ്ലക്സ് അവിടെ വർദ്ധിക്കുന്നില്ല. ക്ലിയർ ആണെന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് അവിടെ കൂടുന്നുണ്ട്. മാഗ്നറ്റിക് സ്ട്രെങ്ത് അവിടെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലക്സും കൂടുന്നുണ്ട്. ഫ്ലക്സ് എന്ന് വെച്ചാൽ ടോട്ടൽ അല്ലേ, ഫുൾ ആയിട്ടുള്ള ഫ്ലക്സും കൂടുന്നുണ്ട്. പക്ഷെ ഒരെണ്ണം സൃഷ്ടിക്കുന്ന, ഒരെണ്ണത്തിനുണ്ടല്ലോ, ഒരെണ്ണം ഇപ്പൊ കുറെ ചുറ്റുകളല്ലേ ഉള്ളു, അപ്പൊ ഒരെണ്ണം ഉണ്ടാക്കുന്ന ഫ്ലക്സ് അവിടെ വർദ്ധിക്കുന്നില്ല. മനസ്സിലായി? നമ്പർ ഓഫ് ലൈൻസ് കൂടുന്നുണ്ട്, പക്ഷെ ഒരെണ്ണത്തിന്റെ, ഒരു ചാലകവലയം സൃഷ്ടിക്കുന്ന ഫ്ലക്സ് അവിടെ കൂടുന്നില്ല. അതിനും ആ ഒരു ഇതുള്ള കാണത്തുള്ളൂ. then അടുത്ത വലയം വരുന്നുണ്ട്. മനസ്സിലാകുന്നു? ഓരോന്നിനും ഫ്ലക്സ് ഉണ്ട്, പക്ഷെ ഒരെണ്ണത്തിന്റെ എന്താണ് ഫ്ലക്സ് അവിടെ വർദ്ധിക്കുന്നില്ല. ടോട്ടൽ ആകുമ്പോൾ അവിടെ ഫ്ലക്സ് അവിടെ കൂടുന്നുണ്ട്. ടോട്ടൽ ഫ്ലക്സ് അവിടെ, മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ കൂടുന്നു. പക്ഷെ ഒരെണ്ണത്തിന്റെ ഇത് എപ്പോഴും വ്യത്യാസമല്ല. ഒരെണ്ണം ഇപ്പൊ തന്നെ നോക്കി, ഇതിപ്പോ സപ്പോസ് ഞാനൊരു എന്തെങ്കിലും ഒരു വാല്യൂ, ചുമ്മാ ഒരു വാല്യൂ, 1 എന്നൊരു വാല്യൂ വരുക ആ ഒരെണ്ണത്തിന്റെ, അടുത്തും വരുമ്പോൾ 1 തന്നെയായിരിക്കും. പക്ഷെ ടോട്ടൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഓർക്കണം കേട്ടോ. when the number of turns of the conductor increases, ഓർത്തോളൂ കേട്ടോ, number of turns of the conductor increases, both the magnetic strength and the magnetic flux increased. മനസ്സിലായി? മാഗ്നറ്റിക് സ്ട്രെങ്തും ഫ്ലക്സും കൂടും. പക്ഷേ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ടേൺ ഓഫ് ദ കണ്ടക്ടർ ഡിഡ് നോട്ട് ഇൻക്രീസ്. അതായത് ഒരു ചാലക വലയം സൃഷ്ടിക്കുന്ന ഫ്ലക്സ് അവിടെ വർദ്ധിക്കുന്നില്ല. ഓക്കെ ആണല്ലോ? അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ നമ്മൾ കണ്ടു? കറന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, നമ്പർ ഓഫ് ടേൺസും, ചുറ്റുകളുടെ എണ്ണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചോണം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഫാക്ടേഴ്സ് കേട്ടോ, ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ സ്ട്രെങ്ത് ഓർ ഇന്റൻസിറ്റി ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കോയിൽ ഓഫ് വയർ. അതായത് ഒരു ചാലക കമ്പിച്ചുരുളിനുള്ളിൽ ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ശക്തിയെ അല്ലെങ്കിൽ തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ, ചാലക ചുറ്റുകളുടെ എണ്ണവും, പിന്നെ അടുത്തത് ഏതാണ്? കറന്റ് അല്ലേ, കറന്റും അതുപോലെ തന്നെ എന്താണ്, ചാലക ചുറ്റുകളുടെ എണ്ണവുമാണ് അവിടെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അതിന്റെ ഡയറക്ഷൻ കേട്ടോ, 2 ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷനെ നമ്മൾ മനസ്സിലാക്കുന്ന റൂൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് കേട്ടോ. അതൊക്കെ ഓർത്താണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെ കാണിക്കുന്ന റൂൾ ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആക്കുക. നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ, കറന്റും നമ്പർ ഓഫ് ടേൺസ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ള സോളിനോയിഡ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും ഒരു സെക്ഷൻ ആണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചോദിക്കുക, കമന്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇച്ചിരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ വീഡിയോ ക്ലാസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇച്ചിരുടെ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണുക കേട്ടോ. പിന്നെ ബാക്കി പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്